നമ്മൾ രണ്ടുപേരും കൂടി ചച്ചുവിനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞ് ഷോപ്പിങ്ങും കൂടെ പോകണം. അതുകൊണ്ടാണ് ഞാനും കൂടെ ഇറങ്ങിയത്. അപ്പം ഇനി ചച്ചുവിനെ വിളിക്കുമ്പോൾ അറിയാം സ്കൂളിൽ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പരിപാടികളൊക്കെ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഇന്ന് അവൾക്ക് ക്ലാസ് കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ജനുവരി 5-ാം തീയതിയാണ് അവൾക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പം എന്തായാലും വേഗം നമ്മൾ ഓൾറെഡി ലേറ്റായി, വേഗം തന്നെ ചെന്ന് നമുക്ക് ചച്ചുവിനെ വിളിച്ചുകൊണ്ട് വരാം. എനിക്കൊരു ബലൂൺ എടുക്കണ്ട. എവിടെ നിലത്ത് പിന്നെ ചച്ചൊന്നാണങ്ങാതെ നിക്കപ്പി. പിന്നയിലുണ്ട് ചച്ചു. ഇന്ന് സ്കൂളിൽ എന്തൊക്കെയായിരുന്നു പരിപാടി? അബായ ചേട്ടനല്ല, ചേച്ചിമാരും ആൾക്കാരൊക്കെയാണ് അബായ ഇടണത്. ആണുങ്ങൾ ഇടണ തോപ്പ്. ഫോട്ടോ അല്ല, ഇങ്ങോട്ടേക്ക് വന്ന് അല്ല എന്റെ സ്കൂളിലോട്ട് വന്ന്. എന്നിട്ട് അല്ല ഇന്ന് എന്തൊക്കെയായിരുന്നു പരിപാടി? പരിപാടിയില്ലേ എന്തൊക്കെയാന്നറിയോ? നിങ്ങൾ പറയോ? ഞങ്ങളെങ്ങനെയാ പറയണേ? മോൻ പറ. പരിപാടി എന്താന്നറിയോ? ഒരു കത്തൽ നാഷണൽ ഡേയാ. പിന്നെ ടുമോറോ ഹാപ്പി കത്തൽ നാഷണൽ ഡേ. ഇന്ന് മോൻ ക്ലാസ്സിൽ എന്തൊക്കെ പരിപാടിയായിരുന്നു? എപ്പോഴും അല്ല, ഇന്ന് ക്ലാസ്സിലൊന്നും ചെയ്തില്ലേ? ആണോ? വേണ്ട, എല്ലാവർക്കും ഒരു ബായ് കൊടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് സഫാരി മോളിലേക്ക് പോവാണ്. നമ്മള് സഫാരി മോള് മിസ് ചെയ്തു ഈ തവണ സാധനങ്ങളൊക്കെ. കാരണം നമ്മള് മെയിൻ സഫാരി മോളിൽ പോണത് അതിന്റെ ടോപ്പ് ഫ്ലോറിലായിട്ട് അവരുടെ ഒരു കഫറ്റീരിയ ഉണ്ട്. കുറെ റെസ്റ്റോറന്റുകൾ ഉണ്ട്. നമ്മുടെ ഈ ലുലുലൊക്കെ കാണില്ലേ നാട്ടില്, അതേപോലെ കുറെ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയ എപ്പോഴും ഉച്ചയ്ക്കൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് വരും. വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചായ കടി, അവിടെ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ടീ ഷോപ്പ് ഉണ്ട്. അത് വലിയൊരു കടയുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് അവിടുത്തെ കടികളും ചായയും ഒക്കെ. അതേപോലെ അവിടുത്തെ സ്മൂത്തി, ഷേക്കൊക്കെ. ഓറഞ്ച് ജ്യൂസ് അല്ല, കടയുടെ പേരാണ് ഓറഞ്ച്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്നാ പിന്നെ അവിടെ പോയിരിക്കും. അപ്പൊ നമ്മള് വിചാരിച്ചു നേരെ സഫാരി പോയിട്ട് നമ്മുടെ ഉച്ചക്കുള്ളത് 1:30 ഓൾറെഡി. എന്നാ പിന്നെ സഫാരി പോയി എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ നിങ്ങൾ പോയി കഴിച്ചിട്ട് ഇറക്കിട്ട്